നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. എന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ്, എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ബർന്നബാസും സൗലും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ജെറുസലേമിൽ നിന്നും തിരിച്ചു വന്നു. മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാനെയും അവർ കൂടെ കൊണ്ടുപോന്നു. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കുവാനല്ല, രക്ഷിക്കുവാനാണ്. ഞാൻ എന്തു പറയണം, എന്തു പഠിപ്പിക്കണം എന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ. അഖില ലോക തൊഴിലാളി ദിനം ആയിട്ട് മെയ് ദിനം കൊണ്ടാടുവാൻ ഒരു ചരിത്ര സംഭവമുണ്ടെന്ന് നമുക്കറിയാം. 1800 സ്നേഹപിതാവായ ദൈവമേ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് സുവിശേഷത്തിലൂടെ ഞങ്ങളെ അറിയിച്ച തമ്പുരാനെ, സുവിശേഷവർക്കുന്ന ദൗത്യവുമായി സഭാ ശുശ്രൂഷ ചെയ്യുന്ന പരിശുദ്ധ പിതാവിനെയും കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും കൈവരിക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരാർ, ആകാശമർദ്ദങ്ങൾ, ഗതാഗത രംഗത്ത് ജോലി ചെയ്യുന്നവരെയും കെട്ടിട നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവരെയും വ്യവസായ കച്ചവട മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരെയും രാജരക്ഷാ സേവനം ചെയ്യുന്ന ജവാന്മാരെയും നിയമപാലകരെയും അംഗീകാരങ്ങളിൽ സമർപ്പിക്കുന്നു. രാജ്യപുരോഗതിയും കരുണാ സ്നേഹം കരളിൽ നിറയ്ക്കും.
ദൈവമേ, വിശുദ്ധ ഔസേപ്പിതാവിന്റെ മാതൃകെ തൊഴിലിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ കർമ്മോത്സുകതയുടെ പാതയിലൂടെ നന്മയുടെ ഒരു തരിവട്ടമാകുവാൻ ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കണമേ. ഈ എളിയ പ്രാർത്ഥന അങ്ങയുടെ തിരിച്ചേവടികളെ സമർപ്പിച്ചുകൊണ്ട് അങ്ങേ സ്തുതിക്കായി ഞങ്ങൾ ഒന്നുചേർന്ന് ഈ ബലി അർപ്പിക്കുന്നു. നാഥ, സ്വീകരിച്ചാൽ. നമുക്ക് കഥാവായ ദൈവം സ്വർഗീയ മധ്യസ്ഥനായി നൽകിയത് അവരുടെ വളർച്ചത്തിനാണ് തന്നെ. അത് ഏത് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാഭാഗ്യമാണ്. ഈശോയെ ഈ ലോകത്തിന്റെ നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തികളെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 3-ാം അധ്യായം 14, 15, 17, 23, 24 വചനങ്ങൾ. സഹോദരരെ, കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ്, ദിദിമോസ് കുറച്ച് നാൾ മുമ്പ് നിങ്ങളുടെ ഒരു പൊന്ത് മത്സരം നടത്തി എല്ലാവരും അത് ശ്രദ്ധിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ പെരുന്നാൾ നോട്ടീസ് കിട്ടിയപ്പോഴേ ഞങ്ങളൊക്കെ അത് ശ്രദ്ധിച്ചതാണ്. വളരെ ആകർഷകമായ ഒരു രീതിയിലാണ്. എല്ലാ മിത്രക്കാരെയും വൈദികരെയും സന്യാസിനികളെയും ഈ ബലിവേദിയിൽ സമർപ്പിക്കുന്നു. ആത്മാക്കളുടെ രക്ഷയ്ക്കായി തീഷ്ണതയോടെ വേല ചെയ്ത് തങ്ങളുടെ സമർപ്പണ ജീവിതം ജീവിതത്തിൽ നിർത്തുവാനും നാടിനും സമൂഹത്തിനും എന്നും മുതൽക്കൂട്ടായി തീരുമാനം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് വിശുദ്ധ ഔസേപ്പിതാവിന്റെ മധ്യസ്ഥ വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ നെറ്റിയെ ഉയർത്തുകൊണ്ട് അപ്പം ഭക്ഷിക്കുവാൻ കൽപ്പിച്ച കർത്താവേ, തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങളുടെ എല്ലാ തൊഴിൽ മേഖലകളെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഭാഗ്യമുള്ള
കുടുംബം മുഴുവനും തിരുനാളിന് വേണ്ടി ഈ ദിവസങ്ങൾ അവരെ പ്രയത്നിക്കുകയും അവരുടെ സമയം നാട്ടിലുള്ളതിന് വേണ്ടിയായിട്ട് തിരുനാൾ കമ്മിറ്റിയുടെ പ്രമുഖരായ വസ്തുസ്ഥാപനം ക്ഷണിച്ചു. വികാരിയച്ഛ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരൻ, ഈ കഴിഞ്ഞ ബുധനാഴ്ച ആരംഭിച്ചു ഈ ഞായറാഴ്ച ഈ പെരുന്നാൾ ഏറ്റവും ഭംഗിയായിട്ടും ആഘോഷമായിട്ടും വളരെ മനോഹരമായിട്ടുമൊക്കെ പൂർണ്ണതയിലേക്ക് നീങ്ങുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഓർക്കുകയും